ഹായ് ഹലോ ആദിസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 3-4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതിരാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് സുന്ദരിയായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇത് ഏതോ ഒരു പ്രധാന യാത്രയാണല്ലോ എന്ന്. അതെ, അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാന യാത്ര തന്നെയാണ്. അപ്പോൾ ഒരു 3-4 വർഷങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്ന ഒരു ആഗ്രഹം ഇന്ന് സഫലീകരിക്കുകയാണ്. അപ്പം ഞാനിന്ന് ഒരു യാത്ര പോവുകയാണ്. പോകുന്നത് മറ്റാരുടെയും കൂടെയല്ല, നമ്മുടെ കൊട്ടാരക്കര KSRTC ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ കൂടെയാണ് ഇന്നത്തെ എൻ്റെ യാത്ര കേട്ടോ. അപ്പം ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പോകാനെന്നൊക്കെ ഉള്ള ഒരു പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ കൂടെ ഇപ്പം കവിതയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് റെഡിയായിട്ട് കവിതയുടെ വീട്ടിൽ ചെന്ന് കവിതയും കൂടെ കൊണ്ടാണ് കേട്ടോ പോകുന്നത്. ഓക്കെ, അപ്പോൾ താണ്ടെ ഞങ്ങളൊരു 5 മണിയോടുകൂടി ഞങ്ങൾ താണ്ടെ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബസ് താണ്ടെ ഇവിടെ സുന്ദര കുട്ടപ്പിയായിട്ട് ഇവിടെ കുളിച്ച് ഒരുങ്ങി ഇവിടെ നിൽപ്പുണ്ട്. തീർത്ഥയാത്ര എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുള്ള ഈ ഒരു ബസ്സിലാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. കൊട്ടാരക്കര BTCയുടെ യാത്രകൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ആ ഗ്രൂപ്പിലെ ഒരു അംഗമായിരുന്നു കേട്ടോ ഞാനും. അപ്പം മിക്ക യാത്രകളും അവർ അനൗൺസ് ചെയ്യുമ്പോൾ പോവാമെന്ന് കരുതി പല പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുമുണ്ട് കേട്ടോ. എങ്ങനെയാണ് പോകുന്നത്, ഒറ്റയ്ക്ക് വന്നാൽ കുഴപ്പമുണ്ടോ? അപ്പം അതിനെല്ലാം അവർ കറക്റ്റായിട്ട് ആൻസർ തരും കേട്ടോ. നിങ്ങൾ പേടിക്കേണ്ട, ഒറ്റയ്ക്ക് വരുന്ന അനവധി പേരുണ്ട്. അപ്പം അവരിൽ ഒരാളായിട്ട് നിങ്ങൾക്ക് വരാം. നിങ്ങൾക്ക് ഇപ്പം 2 ഡേ ആണ് ടൂർ എങ്കിൽ പോലും ഡോർമിറ്ററി സൗകര്യം അല്ലെങ്കിൽ റൂം സൗകര്യം എല്ലാം KSRTC തന്നെയാണ് റെഡിയാക്കി തരുന്നത്. അപ്പം നമുക്ക് ഒട്ടും പേടിക്കേണ്ടെന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ ആദ്യം പരിചയപ്പെടേണ്ട ഒരു മനുഷ്യൻ ഈ ഒരു മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സാരഥിയാണ് കേട്ടോ, ശ്രീകുമാർ എന്നാണ് പേര്. അപ്പോൾ ഇത് നമ്മുടെ കോർഡിനേറ്ററാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് മനോജ് എന്നാണ് കേട്ടോ. 41 പേർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു കേട്ടോ ഞങ്ങളുടേത്. അതിനകത്ത് ഒരു 10ഓളം പേര് നമ്മൾ പോണ വഴിക്ക്, അതായത് പട്ടാഴി, മൈലം അങ്ങനത്തെ പല പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ വണ്ടിയിൽ ജോയിൻ ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മുടെ ബസ് ഏകദേശം 5:15 കഴിഞ്ഞപ്പോഴത്തേക്കും കൊട്ടാരക്കര സ്റ്റാൻഡിൽ നിന്ന് താണ്ടെ പുറപ്പെടുകയാണ്. ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഭൂരിഭാഗം പേരും ഒരുപാട് തവണ BTCയുടെ കൂടെ യാത്ര ചെയ്തവരാണ്. അപ്പം എന്നെപ്പോലെ കവിതയെപ്പോലെയൊക്കെയുള്ള വളരെ ചുരുക്കം പേര് മാത്രമാണ് ഫ്രഷേഴ്സ് കേട്ടോ. അപ്പം അതിൻ്റേതായ ഒരു ടെൻഷനൊക്കെ ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങളിതുവരെ അവരുടെ ഗ്രൂപ്പുകളിലൊന്നും പോയിട്ടില്ല. പക്ഷേ അവരുടെ ഗ്രൂപ്പ് ഞാൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എല്ലാവരുടെയും നല്ല നല്ല കമൻസ് ഞാൻ കാണാറുണ്ട്. ഓരോ യാത്രയും കഴിയുമ്പോഴത്തേക്ക് ആ ഡേയ്സ് മിസ്സ് ചെയ്യുന്നവരുടെ ആ ഒരു മെസ്സേജൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തന്നെ തോന്നും അയ്യോ നമുക്കും കൂടെ പോകാൻ പറ്റിയിരുന്നെങ്കിലെന്ന് തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു യാത്ര വളരെ ആകസ്മികമായിട്ട് വന്ന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പം ഞങ്ങളിപ്പം എത്തിച്ചേരുന്നത് പട്ടാഴി ദേവീക്ഷേത്രത്തിലാണ്. പക്ഷേ ഈ ഒരു ഡെസ്റ്റിനേഷൻ ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിലില്ല കേട്ടോ. അപ്പം ഇത് ഞങ്ങൾക്കൊരു ബോണസായി കിട്ടിയതാണ്. കാരണം അതിനടുക്ക് നമുക്ക് ബസ്സിലേക്ക് ആൾ കയറാനുണ്ടായിരുന്നു. അപ്പം ആ ആളിനെ കയറ്റിയപ്പോഴത്തേക്കും നമ്മുടെ കോർഡിനേറ്ററും നമ്മുടെ സാരഥിയും കൂടെ തീരുമാനിച്ചതാണ് ഞങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പട്ടാഴി ക്ഷേത്രത്തിൽ ഇറങ്ങി തൊഴാമെന്നുള്ളത്. അത് കേട്ടപാടി കേൾക്കാത്തപാടി എല്ലാവരും ചാടി ഇറങ്ങി കേട്ടോ. അപ്പം അത് കിട്ടിയ ആ ഒരു സന്ദർഭം എല്ലാവരും വിനിയോഗിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി അമ്പലത്തിൽ തൊഴുത് ചന്ദനം എല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരികെ ഇനി ഞാൻ ഒരു പ്രധാന കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. സത്യത്തിൽ ഈ ഒരു ട്രിപ്പിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ് ക്ഷേത്രത്തിലേക്കാണ്. സത്യത്തിൽ ഞാൻ ഇതിനകത്ത് ഈ യാത്ര പോകണമെന്ന് കരുതിയത് പോലും ഈ ഒരു ക്ഷേത്രം എവിടെയാണ് എന്ന് എനിക്കൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ഞാൻ പലരോടും ചോദിച്ചു, എങ്കിൽ ചോദിക്കും ഗൂഗിൾ മാപ്പ് ഇട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കും. എങ്കിലും കോന്നിയിൽ എവിടെയാണിത് പലയിടക്കേയും ചോദിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടിയപ്പോൾ ഞാൻ പിന്നെ ഒരു 1 ഡേ ട്രിപ്പല്ലേ ഇന്നങ്ങ് പോയി കളയാമെന്ന് വിചാരിച്ച് എന്തായാലും ഇവരുടെ കൂടെ വന്നതാണ് കേട്ടോ. അപ്പം കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ് ക്ഷേത്രത്തിലാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മലയാലപ്പുഴ ദേവീക്ഷേത്രമാണ്. ഭദ്രകാളിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. പിന്നെ നമ്മൾ 3-മതായിട്ട് പോകുന്നത് അച്ഛൻ കോവിൽ അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഈ അച്ഛൻ കോവിൽ ഞാൻ ഇതിന് മുൻപും പോയിട്ടുണ്ട്, ഞാനൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ മനോഹരമായ വനപാതയിലൂടെ പോയി നമ്മൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ അച്ഛൻ കോവിൽ. അപ്പോൾ നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് ആ ഒരു ബസ്സിൽ ആ ഒരു ബജറ്റ് ടൂറിസത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിലും കോർഡിനേറ്ററായ മനോജ് സാറിൻ്റെ ആ ഒരു സംസാര രീതി കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അപരിചിതത്വം നമുക്ക് തോന്നിയില്ല കേട്ടോ. അപ്പം എല്ലാ വിഷയങ്ങളെക്കുറിച്ച് സാറ് സംസാരിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ. അപ്പം ആ ഒരു സംസാരം നിങ്ങൾക്ക് കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അദ്ദേഹമാണ് നമ്മുടെ സുരക്ഷ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്.
എപ്പോ എവിടെ എപ്പോ വാഷ്റൂമിൽ പോകണമെന്ന് തീരുമാനിക്കുക അദ്ദേഹമാണ്, എപ്പോ നമ്മൾ ആഹാരം കഴിക്കുന്നത് തീരുമാനിക്കുക അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹമാണ് യാത്രയിലെ പ്രധാനി. പിന്നെ നിങ്ങൾ ഓരോരുത്തരും. പിന്നെ അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടലാണ്. അപ്പം എല്ലാ അംഗങ്ങളും എഴുന്നേറ്റ് നിന്ന് അവരവരെ പരിചയപ്പെടുന്നതാണ് കേട്ടോ. നമസ്കാരം പറയാം. നമ്മൾ പ്രഭാത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. കാര്യം എപ്പോഴും നമ്മൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ നവാഹ സപ്താഹ പ്രതിനിധിയാണ് എനിക്ക് അനുഭവപ്പെടാറുള്ളത്. ഇക്കഴിച്ച് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഭക്തി നിർഭരമായ ഒരു യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ പേര് കവിത. ഞാൻ കൊല്ലം ചാത്തന്നൂരിൽ വരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് KSRTC മദർ ടൂറിസത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമൊക്കെ അപ്പോഴും സാധിച്ചിട്ടില്ല. 2 മക്കളാണ്. ഹസ്ബൻഡ് അഡ്വക്കേറ്റാണ്. മക്കളെ മൂത്തയാൾ LLB കഴിഞ്ഞു, ഇളയാൾ +2 കഴിഞ്ഞു. അപ്പം നമ്മുടെ പരിചയപ്പെടൽ ഒറ്റയടിക്ക് നടക്കത്തില്ല, കാരണം നമ്മൾ 41 പേരുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് മലയാളപ്പുഴയിൽ എത്തുന്നതിന് മുമ്പ് പരിചയപ്പെട്ടു, കുറച്ച് പേര് അതിന് ശേഷം പരിചയപ്പെട്ടു. അപ്പം എന്തായാലും ഉച്ചയ്ക്ക് മുമ്പ് എല്ലാവരും പരിചയപ്പെട്ട് തീരും കേട്ടോ. അപ്പം പരിചയപ്പെടലുകൾ ഒരു വശത്തുകൂടെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമ്മൾ ദാണ്ടെ മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അങ്ങനെ ബസ്സെല്ലാം ഇറങ്ങി, ബസ് നിർത്തി ഞങ്ങൾ എല്ലാവരും ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ആ ഒരു ടീമിലെ അംഗങ്ങളാണ് കേട്ടോ. അപ്പം എല്ലാവരും പല പല സ്ഥലത്തു നിന്ന് വന്നതാണ്. പക്ഷേ എല്ലാവരും നല്ല സൗഹാർദ്ദത്തോടു കൂടിയാണ് കേട്ടോ ആ ഒരു ട്രിപ്പ് കണ്ടത്. അങ്ങനെ ഞങ്ങളെല്ലാം മലയാളപ്പുഴ ദേവിയെ കാണാനായിട്ട് ദാണ്ടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ നാവിൻ്റെയും നമ്മുടെ വിരലിൻ്റെയും നമ്മുടെ ബുദ്ധിയുടെയും എല്ലാം ദേവതയാണ് കേട്ടോ ഇവിടെ വസിക്കുന്ന ഈ ഒരു ഭദ്രകാളി. അപ്പം എന്ത് അഭീഷ്ടവും നമുക്ക് ഇവിടെ വന്ന് പറഞ്ഞ് സാധിക്കാമെന്നാണ് കേട്ടോ പറയുന്നത്. ഒരുപാട് ടൈപ്പിലുള്ള വഴിപാടുകളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ബസ്സിലാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ പോണ വഴിക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഇതുപോലത്തെ കുറേ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്ഥലത്തെന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ റോഡ് പ്ലാസ്റ്റർ ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഒരു ബസ്സിന് പോകാനുള്ള സ്ഥലമില്ലായിരുന്നു. പിന്നെ നമ്മുടെ കോർഡിനേറ്റർ ഇറങ്ങി അതെല്ലാം മാറ്റി. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് നിന്നപ്പോൾ പാലം പണി നടക്കുന്നത് കൊണ്ട് ബസ് പോകത്തില്ലായിരുന്നു. പക്ഷേ നമ്മുടെ KSRTC ഭീകരനല്ലേ, അപ്പം അത് അവിടെ തന്നെ ഇട്ട് വളച്ചെടുത്തു കേട്ടോ. അപ്പം അതൊക്കെ ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ഞങ്ങൾക്ക് ഒരു മണിക്കൂറോളം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കയറി തൊഴുകയും ചിലരെല്ലാം വഴിപാടൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പം മനുഷ്യൻ ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പം പോകുന്നതിന് മുമ്പ് കേട്ടോ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. എല്ലാ യാത്രയിലും പറയുന്നതുപോലെ ജോലി സാധ്യതയൊക്കെ ഉണ്ടാകുന്ന കുട്ടികളൊക്കെ 18 വയസ്സ് 20 വയസ്സാകുമ്പോൾ അവരിങ്ങനെ അയർലൻഡ് ക്യാമറയിലും ഒക്കെ ഇതിലോട്ടൊക്കെ പോകും. നമ്മുടെ വീട്ടിൽ ക്യാമറയും വെക്കും, പട്ടിയും വാങ്ങിച്ചു തരും. നമ്മൾ ഉറപ്പായിട്ട് ബാനില്ലാത്തൊരു പട്ടിയും വാങ്ങിച്ചു തരും. അപ്പം കൂടെ ഒരു അവിടെ നമ്മളെന്തൊക്കെ ചെയ്യുന്നു ക്യാമറയിൽ കൂടെ അവർ കണ്ടുകൊണ്ടിരിക്കും. വർഷത്തിലോ ഇല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോഴൊക്കെ അവർ വരും. പിന്നെ അതേപോലെ ഒന്ന് വളരെ പെട്ടെന്ന് പോകും. പള്ളിയിൽ അച്ഛനോ കരയോ പ്രസിഡന്റിനൊക്കെയാണ് പണി. ഒരിക്കലും ഇങ്ങനെ വിളിച്ച് എൻ്റെ അച്ഛൻ ചത്തു എന്ന് പറയുമ്പം പറയും, അതായത് ജീവിച്ചിട്ടവിടെ നടന്നിട്ടില്ല, ഒരാഴ്ച ഇരിക്കേണ്ടത് എന്ന് പറയും. ഇനിയുള്ള തലമുറയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അടുത്ത സീറ്റ് നമ്പറിലേക്ക് പോകാം. സീറ്റ് നമ്പർ 18, 20. നമ്മുടെ ഈ യാത്രയിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരും റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും തീർന്നതിന് ശേഷം മക്കളുടെ ജോലിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു, കല്യാണമൊക്കെ കഴിച്ചു കൊടുത്തു. അപ്പം അങ്ങനെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ അവർ സ്വന്തമായിട്ടുള്ള ആ ഒരു ജീവിതം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ബജറ്റ് ടൂറിസത്തിലേക്ക് വരുന്നത് കേട്ടോ. അപ്പം അത് വളരെ ഭംഗിയായിട്ട് തന്നെ ടൂറിസം ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ നമ്മുടെ സാറിൻ്റെ കുറേ കറക്റ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേ ഇരുന്നു കേട്ടോ യാത്രയിലുടനീളം. അപ്പോൾ ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഈ ഒരു ഹോട്ടലിലാണ്. തലേ ദിവസമേ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നുള്ളവർ നേരത്തെ പറയണം, കാരണം അവർക്ക് ഇവിടെ ഈ ഹോട്ടലിൽ പറയാനാണ്. അപ്പം കൊണ്ടുവന്ന് കഴിച്ചവരും ഉണ്ട്, അല്ലാതെ വാങ്ങിക്കാത്തവരും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അവരവർ കഴിക്കുന്നതിൻ്റെ പൈസ അവരവരാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ആവശ്യമുള്ളവർ കഴിക്കും. ഓക്കെ, അപ്പം ഞങ്ങൾ അപ്പവും ഇടിയപ്പവും ഒക്കെ ആയിട്ട് വാങ്ങിച്ച് ഷെയർ ചെയ്തൊക്കെയാണ് കേട്ടോ കഴിച്ചത്.
അപ്പം ഞങ്ങൾക്കൊക്കെ ഫുഡ് കൊണ്ടു തന്ന് ഞങ്ങളുടെ കോർഡിനേറ്ററും ഞങ്ങളുടെ ഡ്രൈവർ സാറും ഒക്കെ വീണ്ടും ഒരു മാതൃക കൂടെ സൃഷ്ടിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓടി നടന്നാണ് കേട്ടോ ഞങ്ങളെ ട്രീറ്റ് ചെയ്തത് കേട്ടോ. അപ്പം അതൊക്കെ ഞങ്ങൾക്ക് വളരെ കംഫർട്ടായിട്ട് തോന്നി. കാരണം നമുക്ക് പറയാനും നമുക്ക് ഇന്ന ഭക്ഷണം വേണമെന്ന് പറയാനും നമുക്ക് കൊണ്ടുതരാനും ഒക്കെ അവർ നന്നായിട്ട് നല്ലപോലെ പരിശ്രമിച്ചു കേട്ടോ. അതൊക്കെ ഞങ്ങൾക്ക് വളരെ സഹായകരമായിരുന്നു കേട്ടോ. അപ്പം അതിനൊക്കെ ഒരു വലിയ താങ്ക്സ് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ദാണ്ട് വീണ്ടും ഞങ്ങളുടെ ബസ്സിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പം ഇനി ഞങ്ങൾക്കുള്ള അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഊരാളി അപ്പൂപ്പൻ കാവാണ് കേട്ടോ. അപ്പം ഈ ഊരാളി അപ്പൂപ്പൻ കാവായിരുന്നു സത്യത്തിൽ ഈ ബസ്സിലിരിക്കുന്ന ഭൂരിഭാഗം പേരുടെയും ആ ഒരു അട്രാക്ഷൻ കേട്ടോ. കാരണം ഇപ്പം സമയത്തായിട്ട് പേരെടുത്ത് വന്ന ഒരു സംഭവമാണ് ഈ ഊരാളി അപ്പൂപ്പൻ കാവ് കേട്ടോ. പണ്ടേ ഉണ്ടായിരുന്ന ഒരു കാവാണ്. പക്ഷേ ഇപ്പം ഒരുപാട് യൂട്യൂബേഴ്സും ആളുകളും ഒക്കെ പോയി അവിടുത്തെ വീഡിയോകളൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തു. അപ്പം അതെല്ലാം ആളുകൾ കണ്ട് അപ്പം അങ്ങനെ ഒരു അട്രാക്ഷനിലാണ് കേട്ടോ എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇതാണ്ട് വന്ന വഴിയിൽ കണ്ട ഞങ്ങൾക്ക് പായസമൊക്കെ തന്നു കേട്ടോ. അമ്പലത്തിൽ അത് നമുക്ക് ബസ്സിൽ ഇങ്ങനെ വിതരണം ചെയ്തു കേട്ടോ. അപ്പം അതെല്ലാം കഴിച്ചു വെച്ചാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് കല്ലേലി അപ്പൂപ്പൻ്റെ അമ്പലത്തിലേക്കാണ്. അപ്പം അത് നമ്മൾ കോന്നിയിൽ എലിയറയ്ക്കൽ എന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് തിരിഞ്ഞാണ് കേട്ടോ പോകുന്നത്. കുറച്ച് ദൂരം ചെല്ലുമ്പോഴേക്കും നല്ല ഒരു വനപാതയിലേക്ക് നമ്മൾ പ്രവേശിക്കും കേട്ടോ. പിന്നെ അതിമനോഹരമാണ് കേട്ടോ നമ്മുടെ യാത്രയെന്ന് പറയുന്നത്. 999 മലകളുടെയും ഗോത്രങ്ങളുടെയും കാവലാളായിട്ട് കരുതപ്പെടുന്ന ഊരാളി അപ്പൂപ്പനും അമ്മൂമ്മയുമാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ഒരു ക്ഷേത്രം എന്നുള്ള ആ ഒരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. പിന്നെ ഇവിടുത്തെ വഴിപാടുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെയല്ല കേട്ടോ. വെറ്റയും പാക്കും ചുണ്ണാമ്പും എല്ലാം അടങ്ങിയ നമ്മുടെ മുറുക്കാനെന്ന് പറയത്തില്ലേ അതും പിന്നെ കള്ള് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ ചേർന്ന താമ്പൂല സമർപ്പണമാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട് കേട്ടോ. അതുപോലെ പ്രാർത്ഥനയുടെ കാര്യത്തിലും പ്രകൃതിയോട് പറയുന്ന രീതിയിലാണ് കേട്ടോ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അതായത് ഉച്ചത്തിലുള്ള പ്രാർത്ഥനയാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ദിവസവും നമുക്ക് ഇവിടെ പൊങ്കാലയിടാനുള്ള ആ ഒരു സൗകര്യമുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ക്ഷേത്രത്തിൽ അന്നദാനവും നൽകപ്പെടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പോയ ദിവസം നല്ല തിരക്കായിരുന്നു കേട്ടോ. പക്ഷേ KSRTC ഞങ്ങളെ ആ ഒരു അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ കൊണ്ടിറക്കി കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവിടെ ഇറങ്ങാനും നടക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ കൂടെ വന്ന ഈ 41 പേരിൽ എനിക്ക് തോന്നുന്നു 40 പേരും അല്ലെങ്കിൽ ഏറെക്കുറെ 3/4 പേരും ഈ ഒരു ക്ഷേത്രത്തിൽ വരാനായിട്ട് വന്നവരാണ് കേട്ടോ. ഞാൻ ഉൾപ്പെടെ ഈ ഊരാളി അപ്പൂപ്പൻ്റെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോഴാണ് കേട്ടോ ഈ ഒരു ബജറ്റ് ടൂറിസം ഈ ഒരു ട്രിപ്പ് ഞാൻ അറിയാനിടയായതും എനിക്കിതിനകത്ത് പങ്കെടുക്കാനിടയായതും കേട്ടോ. നമ്മൾ ഈ ഒരു ടൂറിസത്തിൻ്റെ കൂടെ ഏത് ഒരു അമ്പലത്തിലേക്ക് ചെന്നാലും അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്തേക്ക് ചെന്നാലും ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം അവർ അനുവദിച്ച് തരാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ പോയിട്ട് എല്ലാം നടത്തിയിട്ട് പതുക്കെ വന്നാൽ മതി എന്നുള്ള സമാശ്വാസപരമായ സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സമാധാനമാവും. അതുകൊണ്ട് തന്നെ ഇതിൽ വന്ന മിക്ക ആൾക്കാരും അല്ലെങ്കിൽ ഭൂരിഭാഗം പേരും ഒരുപാട് വഴിപാടുകൾ നടത്തുകയും ഇഷ്ടംപോലെ സമയമെടുത്ത് സമാധാനത്തോടെ തൊഴുത് എല്ലാം രീതിയിലും അവിടെ കണ്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ മടങ്ങിയത്. പിന്നെ അവിടെ കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്നദാനം കഴിച്ചിട്ട് മടങ്ങിയാൽ മതിയെന്ന് നേരത്തെ നമുക്ക് ബസ്സിൽ വെച്ച് പറഞ്ഞിരുന്നായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭസ്മം എല്ലാം മേടിച്ചതിന് ശേഷം ഞങ്ങൾ കഞ്ഞി വാങ്ങിക്കാനായിട്ട് അന്നദാനപുരയിലേക്ക് പോയി. അപ്പം എല്ലാവരും മിക്കവരും ഞങ്ങളെ കൂടെ വന്ന കുറേ പേരും അന്നദാനം വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ വിശപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ആവശ്യമുള്ളവർ കഴിച്ചിട്ട് ബാക്കിയുള്ളവർ കഴിച്ചില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ബസ്സിൽ താണ്ട് അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ പോകുന്നത് കോന്നി ആനക്കൊട്ടിൽ കാണാനാണ് കേട്ടോ. അപ്പം ആ ഒരു ഇടയ്ക്കുള്ളൊരു സമയം ഞങ്ങൾ അന്താക്ഷരി കളിച്ചാണ് കേട്ടോ പോയത്. അപ്പം അതൊക്കെ എല്ലാവരും വളരെ ആവേശകരമായി പങ്കെടുത്ത ഒരു സംഭവമാണ് കേട്ടോ ഈ അന്താക്ഷരി എന്നൊക്കെ പറയുന്നത് കേട്ടോ. മലരാക്കി മലർ
കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലെ മയങ്ങൂ നീ എൻ മടിമേലെ അമ്പിളി നീ മുഴുകി അമ്പരം നോക്കിയേക ഉഷസണയുമ്പോൾ മലക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലെ ആരിരോ രാരിരാരോ ആരിരാരോ പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം പാടിപ്പതിഞ്ഞ ഗാനം പ്രാണനൊഴുകും ഗാനം ഗാനം പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം Let us sing a song of love. Let us say the tone of love. Let us sing a song of love. Let us say the tune of love. 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 അങ്ങനെ അന്താക്ഷരി കളിച്ച് ഞങ്ങൾ താണ്ടേ കോന്നി ആനക്കൊട്ടിലെത്തി. അപ്പം എല്ലാവരും ഇറങ്ങി. അപ്പം അവിടെ 80 രൂപയാണ് കേട്ടോ അവിടുത്തെ ആ ഒരു കയറുന്നതിനുള്ള ചാർജ് കേട്ടോ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ 4 മാസത്തിന് മുമ്പ് ഞങ്ങൾ കോന്നിയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാമിലി ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും കവിതയും അകത്ത് കയറില്ല കേട്ടോ. അപ്പം ഞങ്ങൾ വെളിയിലൊക്കെ ഇരുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് എൻ്റെ ഫോണൊക്കെ ഒന്ന് ചാർജ് ഇടണമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ ഇരുന്നു കേട്ടോ. അപ്പം അതിനൊക്കെ ശേഷം അവർ എല്ലാം കണ്ടതിന് ശേഷം ആ ഒരു മണിക്കൂറോളം അവിടെ നമ്മൾ തങ്ങിയതിന് ശേഷം ഞങ്ങൾ താണ്ട് വീണ്ടും തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ അച്ചൻകോവിലാണ് കേട്ടോ. അപ്പം ഭക്ഷണം കഴിക്കാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ ഓരോ നാരങ്ങ വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ചു റെസ്റ്റ് എടുത്തു. അപ്പം ഭക്ഷണം കഴിക്കാത്തവർക്ക് വേണ്ടി ഒരു ഹോട്ടലിൽ ഇറക്കി കേട്ടോ. എല്ലാവർക്കും കഴിക്കാനായിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കേട്ടോ ഇറക്കിയത്. പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പോൾ പാട്ടൊക്കെ അറിയാവുന്നവർക്ക് പാട്ടൊക്കെ പാടായിരുന്നു. അപ്പോൾ വളരെ ജോളിയായിട്ടായിരുന്നു കേട്ടോ യാത്ര. ഇഷ്ടംപോലെ പേര് പാട്ടൊക്കെ പാടി, എല്ലാവരും പാട്ട് പാടി എന്ന് വേണം പറയാനായിട്ട്. അത്രയും സന്തോഷകരമായിട്ടാണ് കേട്ടോ പോയത്. അപ്പം നമ്മളിനി പോകുന്നത് അച്ചൻകോവിലേക്കാണ്. അത് നമുക്ക് ആലിമുക്കി ചെന്നിട്ടാണ് പോകുന്നത്. സത്യത്തിൽ ഊരാളി ക്ഷേത്രം വഴി നമുക്ക് അച്ചൻകോവിലേക്ക് പോകാനൊരു വനപാത ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എന്തോ റോഡിൻ്റെ പണി നടക്കുന്നുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും പുനലൂർ അലിമുക്ക് വഴി ഞങ്ങൾ അച്ചൻകോവിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചത് കേട്ടോ. ഈ അച്ചൻകോവിലേക്ക് പോകുന്ന റൂട്ട് ഭയങ്കര മനോഹരമാണ് കേട്ടോ. അപ്പം ഞാൻ മുൻപൊരു വീഡിയോ അച്ചൻകോവിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അച്ചൻകോവിലേക്ക് പോകുന്ന ആ ഒരു റൂട്ടെന്ന് പറഞ്ഞാൽ കേട്ടോ. വളരെ മനോഹരമായ കാടും മയിലും, നമുക്ക് ചില സമയത്ത് നമുക്ക് മയിലുകളെയൊക്കെ ഒരുപാട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഒരു റൂട്ടാണ് കേട്ടോ ഈ അച്ചൻകോവിൽ. അപ്പം ചില സമയത്ത് നല്ല തിരക്കായിരിക്കും. ഈ ശബരിമലയുടെ ആ ഒരു സീസണിൽ നല്ല തിരക്കായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മാത്രമേ കാണുള്ളൂ ആ റൂട്ടിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരും കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ അച്ചൻകോവിൽ. ഇടയ്ക്ക് അങ്ങനെ ഞങ്ങളെ 1-2 സ്ഥലത്ത് നിർത്തി ഇറക്കിച്ചു കേട്ടോ. ഇറക്കി ഒരുപാട് പേര് അകത്തോട്ടൊക്കെ പോയി ഫോട്ടോയൊക്കെ എടുത്തു. എന്നാലും ഞങ്ങൾക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആനയൊക്കെ വരുന്ന സ്ഥലമൊക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തു സന്തോഷമായിട്ടാണ് വീണ്ടും വണ്ടിയിലേക്ക് കയറിയത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് മുറുക്ക് പോലത്തെ സ്നാക്സുകളൊക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഞങ്ങൾ കഴിച്ച് ഞാനും കവിതയും സംസാരിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ സന്തോഷകരമായിട്ടുള്ള പോക്കായിരുന്നു കേട്ടോ. അച്ചൻകോവിലേക്ക് ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ചെന്നായിരുന്നു. പിന്നെ ഞങ്ങൾ ഇച്ചിരി ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം ഞങ്ങളവിടെയൊക്കെ കറങ്ങി നടന്നു കേട്ടോ. കാരണം അമ്പലം തുറന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ എടുത്തു കേട്ടോ. ഞങ്ങളെല്ലാവരും ഉള്ള ഒരു ഫോട്ടോ. അതിനകത്ത് 1-2 പേര് മിസ്സിങ് ആണെന്ന് തോന്നുന്നു. എങ്കിലും ഏകദേശം എല്ലാവരും ഉള്ളൊരു ഫോട്ടോ ഞങ്ങൾ എടുത്തു കേട്ടോ. 5 മണിയോടെ അമ്പലം തുറന്നു. അപ്പം എല്ലാവരും കയറി പ്രാർത്ഥിച്ചു. പത്നി സമേതനായിട്ടുള്ള അയ്യപ്പനാണ് കേട്ടോ അവിടുത്തെ പ്രതിഷ്ഠ. അപ്പം അതും ഒരു വ്യത്യസ്തമാണ്. അപ്പം എവിടെയും അയ്യപ്പൻ പത്നിയുമായിട്ട് ഇരിക്കുന്ന ആ ഒരു പ്രതിഷ്ഠയില്ല. ഇത് ആദ്യമായിട്ടുള്ള ആകെയുള്ള ഒരു പ്രതിഷ്ഠ ഇവിടെ മാത്രമാണ് കേട്ടോ ഉള്ളത്. അപ്പം അതെല്ലാം കണ്ടു, എല്ലാം കഴിഞ്ഞു. കുറേ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ താണ്ടേ തിരിച്ചു പോവുകയാണ് കേട്ടോ.
അപ്പോൾ ഞങ്ങൾ തിരിച്ച് നമ്മുടെ കൊട്ടാരക്കരയിലേക്ക് പോവുകയാണ്. അപ്പം പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടുള്ള മടക്കയാത്രയായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഇതിനകത്ത് പങ്കെടുത്തു കേട്ടോ, ഡാൻസിനകത്തൊക്കെ. ഓക്കെ, അപ്പോൾ ഏകദേശം 15 മണിക്കൂറോളം നീണ്ടു നിന്ന ഈ ഒരു സൗഹൃദം ദാണ്ടെ കൊട്ടാരക്കരയിലെത്തിയിട്ട് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പക്ഷേ ഈ ഒരു ടൂറിസം കൊണ്ട് ഒരുപാട് പേർക്കും ഉപയോഗമുണ്ട്. കാരണം ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയ ആൾക്കാരുണ്ട്, ഒരുപാട് യാത്രകൾ ചെയ്ത ആൾക്കാരുണ്ട്. ഞങ്ങളുടെ സെക്ഷനിൽ 14 യാത്രകൾ വരെ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. 2 യാത്രകൾ, 5 യാത്രകൾ, 10 യാത്രകൾ, ആദ്യ യാത്രകൾ. അപ്പോൾ ആദ്യ യാത്ര, അപ്പോൾ ഈ യാത്രകൾ പക്ഷേ ഇവിടെ അവസാനിക്കുന്നില്ല, ഇതെല്ലാം കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓരോ ദിവസവും നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന പുതിയ പുതിയ യാത്രകൾ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. ഇപ്പോൾ ഊട്ടി, ഗോവ എല്ലായിടത്തേക്കും നമുക്ക് ഈ ഒരു KSRTC ട്രിപ്പ് വഴി നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാവുന്നതേ ഉള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത ഒരു പുതിയ വീഡിയോയിൽ കാണാം.